Let's go. പഞ്ചായത്ത് രാജ് എന്ന പദത്തിൻ്റെ അക്ഷരാർത്ഥം 5 വ്യക്തികളുടെ ഭരണം എന്നാണ്. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് പഞ്ചായത്തി രാജ് അഥവാ പഞ്ചായത്ത് രാജ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ദർശനത്തിൻ്റെയും ഗ്രാമസ്വരാജിലൂടെ പൂർണ്ണ സ്വരാജ് എന്ന ദർശനത്തിൻ്റെയും പ്രായോഗികമായ നടപ്പാക്കലാണ് പഞ്ചായത്തി രാജ്. സ്വരാജ് സങ്കല്പം കേവലം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നിടത്ത് അവസാനിക്കാതെ ഓരോ ഇന്ത്യൻ ഗ്രാമവും സ്വാശ്രയമായി തീരുക എന്നതാണ് അന്തിമ ലക്ഷ്യമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചതാണ് ഇത്തരമൊരു സംരംഭത്തിൻ്റെ പ്രചോദനം. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് പദ്ധതി ആവിഷ്കരിച്ചു. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൗരിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആരംഭമായി. 1960 ജനുവരി 18 എറണാകുളത്ത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ ആകമാനം നിലവിൽ വന്നത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാർഗരേഖയായി മാറിയ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ വികസന സമിതി 1958 അംഗീകരിച്ചതോടെ ആദ്യം രാജസ്ഥാനിലും തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളിലും നവീനമായ ഭരണസമിതികൾ ഉദയം ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളെക്കുറിച്ചുള്ള നിർദ്ദേശക തത്വം 1992 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ഭേദഗതിയിലൂടെ അവതരിപ്പിച്ചത് കെ ശാന്താറാമാണ്. 73ാം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ 1973 ഏപ്രിലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തമായി. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവിയും സാധുതയും കൈവന്നു. 1992 ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലെയും ഗ്രാമങ്ങളിലെയും വാർഡുകളിലെയും രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ സമ്മേളനമായ ഗ്രാമസഭകൾക്ക് ഭരണഘടനാപരമായ അധികാരം ലഭിച്ചു. ഗ്രാമീണ തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള ഒരു തുറന്ന വേദിയാണ് ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലയിൽ വന്നു. ഇവിടങ്ങളിൽ 5 വർഷത്തിലൊരിക്കൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നത് നിർബന്ധമാക്കി. വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സംവരണം ഉറപ്പാക്കി. അധികാരം ജനങ്ങളിലെത്തുക, സാധാരണക്കാരിലെത്തുക എന്നത് ഇന്ത്യയെപ്പോലെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും അധിക ജനസംഖ്യയുമുള്ള ഒരു രാജ്യത്ത് ദുഷ്കരമാണെങ്കിലും നാം അത് നേടിയെടുത്തിരിക്കുന്നു. വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എന്ന തത്വം പ്രായോഗികവൽക്കരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഥമ ലക്ഷ്യം. അതിലൂടെയാണ് സമഗ്രമായ വികസനം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പൂർണ്ണമാവുക. ഓരോ പ്രദേശത്തിൻ്റെയും വികസന രീതി അവിടെയുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനും താൽപ്പര്യത്തിനും അനുകൂലമായി വിന്യസിക്കുവാൻ ഈ ഭരണരീതിയാണ് ഏറ്റവും അനുയോജ്യമായത്. പ്രാഥമികാരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, ശുചിത്വം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പരിഗണനയിലുള്ളത്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായി രാജ്യത്ത് ആചരിച്ചു വരുന്നു. സ്വാതന്ത്ര്യസമര പോരാളിയും ഗുജറാത്ത് സംസ്ഥാനത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയുമായ ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19. പഞ്ചായത്ത് രാജിന് അദ്ദേഹം നൽകിയ സംഭാവന കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത്.